ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിംഗിൻ്റെ എൻലൈറ്റ് എന്ന് പറഞ്ഞ സീരീസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ സൈക്കോളജി നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണ്. നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 6th യൂണിറ്റ് ആയിട്ടുള്ള തിങ്കിങ്, ഇൻ്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന 6th യൂണിറ്റിലെ രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, തിങ്കിങ്ങിൻ്റെ പാർട്ട് 2. ഓക്കെ, അവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെറ്റാകോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് മെറ്റാകോഗ്നിഷൻ എന്നുള്ളതാണ്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മെറ്റയിൽ നിന്ന്, അഥവാ ഹയർ തിങ്കിങ്, ബിയോണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന മെറ്റയിൽ നിന്നും ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൊഗ്നിഷ്യോയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കൊഗ്നിറ്റിയോ എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. എന്നൊരു വാക്കിൽ നിന്നാണ് തിങ്കിങ് എന്നുള്ള വേർഡ് വരുന്നത്. തിങ്കിങ് ബിയോണ്ട് നോർമൽ പ്രോസസ്സ് എന്നുള്ളതാണ് നമുക്കൊരു സിംപ്ലി അതിനെ പറയാൻ പറ്റുന്നത്. നമ്മൾ നോർമൽ പ്രോസസ്സിന് ബിയോണ്ട് ആയിട്ടുള്ള തിങ്കിങ് എന്നൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും. ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്, മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ഫ്ലവെല്ലാണ്. 1979 അദ്ദേഹം ആ ഒരു ടേം കോയിൻ ചെയ്തത്. അതേപോലെ തന്നെ അദ്ദേഹം കോഗ്നിഷൻ അബൌട്ട് കോഗ്നിഷൻ എന്നാണ് അതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഇത്രയാണ് മെറ്റാകോഗ്നിഷൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഒരുപാട് ആളുകൾ ഒരുപാട് രൂപത്തിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ മേയർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മെറ്റാകോഗ്നിഷൻ ആസ് നോളജ് ആൻഡ് അവെയർനെസ് ഓഫ് വൺസ് ഓൺ കോഗ്നി പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കോഗ്നി പ്രോസസ്സിനെ കുറിച്ചുള്ള അവെയർനെസ് ഉണ്ടാവുക, അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മെറ്റാകോഗ്നിഷൻ എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിൾ ലേറ്റർ ആയിട്ട് നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പറയും. ഇറ്റ് ഈസ് പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ സക്സസ്ഫുൾ ലേണിംഗ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റും കൂടിയാണത്. ഇറ്റ് ഈസ് ഹയർ ഓർഡർ തിങ്കിങ് വിച്ച് ഇൻവോൾവ്സ് ആക്റ്റീവ് കൺട്രോൾ ഓവർ ദ കോഗ്നിറ്റീവ് പ്രോസസ് എൻഗേജ്ഡ് ഇൻ ലേണിംഗ്. ഓക്കെ, സോ മെറ്റാകോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത് മെറ്റാകോഗ്നിറ്റീവ് നോളജ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദെയർ ഓൺ കോഗ്നിറ്റീവ് പ്രോസസ്. ഇറ്റ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ലേണിംഗ്, സെൽഫ് റെഗുലേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, ഫൈൻ. ഇവിടെ മെറ്റാകോഗ്നിഷൻ്റെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് 2024 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? താഴെ കൊടുത്തവയിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ് റിഗാർഡിംഗ് മെറ്റാകോഗ്നിറ്റീവ് നോളജ്? മെറ്റാകോഗ്നിറ്റീവ് നോളജുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ് താഴെ കൊടുത്തവയിൽ എന്നാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഇൻവോൾവ്സ് കോഗ്നിഷൻ അബൌട്ട് കോഗ്നിഷൻ, ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് അബൌട്ട് തിങ്കിങ്, ഇറ്റ് പ്രിവെൻറ്റ്സ് മോണിറ്ററിംഗ് പ്രോഗ്രസ് വൈൽ പ്രോബ്ലം സോൾവിംഗ്, പുവർ തിങ്കേഴ്സ് ലാക്ക് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽ. 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മെറ്റാകോഗ്നിറ്റീവ് നോളജുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് എന്നല്ല ചോദ്യം, ഇൻകറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് മെറ്റാകോഗ്നിഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. ബട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അതിന് ചോദിച്ചിട്ടുള്ള ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്താണെന്നുള്ള, മെറ്റാകോഗ്നിഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കും. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ആദ്യം മെറ്റാകോഗ്നിഷൻ്റെ കോമ്പണൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനുള്ളത്. അതിൻ്റെ 3 കോമ്പണൻസ് ആയിട്ട് ഫ്ലെവലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ ടേം കോയിൻ ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് 3 കോമ്പണൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് മെറ്റാകോഗ്നിറ്റീവ് നോളജ് അഥവാ മെറ്റാകോഗ്നിറ്റീവ് അവെയർനെസ് എന്ന് പറയാം. ഇൻഡിവിജ്വൽ നോ അബൌട്ട് ദംസെൽഫ്, അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മീ, എനിക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം, എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ നോ അബൌട്ട് ദംസെൽഫ് എന്നുള്ളതാണ് ഒന്നാമത്തെ കോമ്പണൻസ് പറയുന്നത്. രണ്ടാമത്തത് മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ. It is the regulation of cognition and learning experiences through a set of activities that help people control their learning. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂർ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു മണിക്കൂർ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു മണിക്കൂർ നമുക്ക് തീരെ ഉപകാരപ്പെട്ടിട്ടില്ല, നമ്മൾ വിചാരിച്ച എത്ര രൂപത്തിൽ നമുക്ക് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റൈല് മാറ്റും. So it is the regulation of cognition learning experience through a set of activities that help people control their learning. നമ്മൾ സ്വയം ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യാൻ, നമ്മൾ പഠിക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഓരോ രീതികൾ എന്ത് ചെയ്യും, മാറ്റും. അതാണ് മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത്. മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് പറഞ്ഞ സെയിം, ദീസ് ആർ ദോസ് എക്സ്പീരിയൻസ് ദാറ്റ് ഹാവ് സംതിങ് ടു ഡു വിത്ത് ദ കറക്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ഫീൽ ഓർ റിയലൈസ് വൈൽ ലേണിംഗ്. നമ്മൾ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുക, നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് ഫീൽ ചെയ്യുക, റിയലൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ദോസ് എക്സ്പീരിയൻസ് ദാറ്റ് ഹാവ് സംതിങ് ടു ഡു വിത്ത് ദ കറക്റ്റ്. ഓക്കെ,
മെറ്റാകോഗ്നിറ്റീവ് സ്കില്ലിനെ കുറിച്ച് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പ്ലാനിങ്, മോണിറ്ററിങ്, ഇവാലുവേറ്റിംഗ് 3 സ്കില്ലിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജോൺ ഫ്ലെവൽ 1979 കോൺസെപ്റ്റ് മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരികയും എംഫസൈസ് ഇസ് റോൾ ഇൻ സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ഇതിന് 3 കോമ്പണൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. 3 കോമ്പണൻസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മെറ്റാകോഗ്നിറ്റീവ് നോളജ്, മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ്, മെറ്റാകോഗ്നിറ്റീവ് റെഗുലേഷൻ എന്ന് പറഞ്ഞ 3 കോമ്പണൻസിനെ കുറിച്ച് പറഞ്ഞു. ബട്ട് അതിനുശേഷമാണ് ബ്രൗൺ ഫസ്റ്റ് അതിൻ്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്. ഏത് മെറ്റാകോഗ്നിഷൻ്റെ സ്ട്രക്ചർ അദ്ദേഹം പ്രപ്പോസ് ചെയ്യാണ്. അതോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അതിനെ 2 കോമ്പണൻസ് ആയിട്ട് ലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അവർ സ്റ്റഡി ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. 2 കോമ്പണൻസ് ആണ് മെറ്റാകോഗ്നിഷൻ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലൊക്കെ നെറ്റ് എക്സാമിനൊക്കെ യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടുണ്ട് എത്ര കോമ്പണൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുന്നേ ചോദിച്ചൊരു ചോദ്യമാണ്, താഴെ കൊടുത്തവയിൽ മെറ്റാകോഗ്നിഷനുമായി ബന്ധപ്പെട്ട കോമ്പണൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. സോ ലേറ്റർ ആയിട്ട് 2 എണ്ണമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഡെന്നിസനും അതുപോലെ തന്നെ ബ്രൗണും സ്ക്രോയും ഒക്കെ അവരൊക്കെ ഡെവലപ്പ് ചെയ്ത മെറ്റാകോഗ്നിറ്റീവ് അവയർനെസ് ഇൻവെൻട്രി ആണ്. അതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്ത റിസർച്ചിലൊക്കെ അവർ പറയുന്നത് 2 കോമ്പണൻസ് ആണ് എന്നുള്ളതാണ്. ബട്ട് ഫ്ലെവലിൽ ഏകദേശം 1979 ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റിൽ 3 കോമ്പണൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മെറ്റാകോഗ്നിറ്റീവ് അവയർനെസ് ഇൻവെൻട്രി മുന്നോട്ട് വെക്കുന്നത്, അഥവാ അതിനെക്കുറിച്ച് കൂടുതൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സ്ക്രോ, ഡെന്നിസ് ആൻഡ് ബ്രൗൺ എന്നുള്ളതാണ്. ടു മെഷർ ദീസ് കോമ്പണൻസ് സ്പെസിഫിക്കലി റിലേറ്റിംഗ് ദം ടു അക്കാദമിക് പെർഫോമൻസ്. അക്കാദമിക് പെർഫോമൻസുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻവെൻട്രി യൂസ് ചെയ്യുന്നത്. സോ മെറ്റാകോഗ്നിഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കോമ്പണൻസ് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഇൻവെൻട്രിയെ കുറിച്ച് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ക്വസ്റ്റ്യന്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് മെറ്റാകോഗ്നിറ്റീവ് നോളജ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത മെറ്റാകോഗ്നിറ്റീവ് നോളജ്, മെറ്റാകോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഒന്നാമത്തെ വായിച്ചു നോക്കുക. ഇറ്റ് ഇൻവോൾവ്സ് കോഗ്നിഷൻ അബൌട്ട് കോഗ്നിഷൻ. അതെന്താണ്, മെറ്റാകോഗ്നിറ്റീവ് നോളജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് അബൌട്ട് തിങ്കിങ്. യെസ്, അതെന്താണ്, മെറ്റാകോഗ്നിറ്റീവ് നോളജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് മോണിറ്ററിംഗ് പ്രോഗ്രസ് വൈൽ പ്രോബ്ലം സോൾവിങ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മളെ ആ ഒരു പ്രോബ്ലത്തിനെ കാണാനും അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താനും എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് നമുക്ക് സംഭവിക്കും. അതെന്ത് ചെയ്യും, ആ ബ്ലോക്കേജ് ആണ് അത്. ഇറ്റ് പ്രിവെൻറ്റ് മോണിറ്ററിങ്, അതിനെ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിനെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാതിരിക്കാനും എന്ത് ചെയ്യും, മെറ്റാകോഗ്നിറ്റീവ് നോളജ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ശരിയാണോ നോക്കാം. അത് മെറ്റാകോഗ്നിറ്റീവ് നോളജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പുവർ തിങ്കേഴ്സ് ലാക്ക് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ്. സോ ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നാമത്തെ നമുക്കറിയാം നോയിങ് ഹൗ യുവർ മൈൻഡ് വർക്ക്സ്, എങ്ങനെ നമ്മൾ മൈൻഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, അല്ലേ? അതാണ് കോഗ്നിഷൻ അബൌട്ട് കോഗ്നിഷൻ എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ പോയിന്റ് എന്താ, ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് അബൌട്ട് തിങ്കിങ്. നമ്മൾ ഓൺ തോട്ട്സ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, തിങ്ക് ചെയ്യാൻ പറ്റും. അതാണ് തിങ്കിങ് അബൌട്ട് തിങ്കിങ്. അതും ആയിട്ട് ബന്ധപ്പെട്ടതാണ്, മെറ്റാകോഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ട, മെറ്റാകോഗ്നിഷൻ നോളജുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് മോണിറ്ററിംഗ് പ്രോഗ്രസ് വൈൽ പ്രോബ്ലം സോൾവിങ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, യു ആർ ഡൂയിങ് ദ ടാസ്ക്. നമ്മളൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബട്ട് യു ആർ നോട്ട് അവെയർ ഹൗ യു ആർ ഡൂയിങ് ഇറ്റ്. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അവെയറും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മെറ്റാകോഗ്നിറ്റീവ് നോളജുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ സ്റ്റേറ്റ്മെന്റ് 3 ആണ് അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. മെറ്റാകോഗ്നിഷൻ എൻഹാൻസ് റാദർ ദാൻ പ്രിവെൻറ്റ്സ്. മെറ്റാകോഗ്നിഷൻ എപ്പോഴും മോണിറ്ററിംഗ് പ്രോഗ്രാം, ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സിറ്റുവേഷനിലൊക്കെ മെറ്റാകോഗ്നിഷൻ എൻഹാൻസ് ആണ് ചെയ്യാം, മറിച്ച് അത് പ്രിവെൻറ്റ് അല്ല ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇൻഡിവിജ്വൽസ് വിത്ത് സ്ട്രോങ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ക്യാൻ ഇവാലുവേറ്റ് ദെയർ ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ്. സോ ഇൻഡിവിജ്വൽ വിത്ത് സ്ട്രോങ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് ക്യാൻ ഇവാലുവേറ്റ് ദെയർ ലേണിംഗ്. സോ മെറ്റാകോഗ്നിറ്റീവ് എബിലിറ്റി ഉള്ള, സ്കില്ലുള്ള ആളുകളെ സംബന്ധിച്ച്, സ്ട്രോങ് സ്കില്ലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഒരു പ്രോബ്ലം സോൾവിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യല്ല ചെയ്യുക, അത് എൻഹാൻസ് ചെയ്യാണ് ചെയ്യുക. സോ മെറ്റാകോഗ്നിഷൻ ആ ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് 3 ആണ് ഇൻകറക്റ്റ്. പുവർ തിങ്കേഴ്സ് ലാക്ക് ഓഫ് കോഗ്നിറ്റീവ് സ്കിൽസ്, അഥവാ ഇഫ് യു കാണ്ട് റിഫ്ലക്ട് ഓൺ യുവർ തിങ്കിങ് യു സോൾവ് പ്രോബ്ലംസ് ലെസ്. സോ ഇവിടെ നമുക്ക് ആൻസർ ഏതാ പറയാൻ പറ്റുക, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ മെറ്റാകോഗ്നിറ്റീവ് നോളജ് എന്നുള്ളതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഇറ്റ് പ്രിവെൻറ്റ്സ് മോണിറ്ററിംഗ് പ്രോഗ്രസ് വൈൽ പ്രോബ്ലം സോൾവിങ്. ഒരിക്കലും പ്രിവെൻസ് അല്ല ചെയ്യുന്നത്, എൻഹാൻസ് ആണ് അവിടെ ചെയ്യുക മെറ്റാകോഗ്നിറ്റീവ് നോളജ്. ഓക്കെ,
ഫൈൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എൻലൈറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. നമ്മൾ എഡ്ഫിൽ നെറ്റ് ലേണിംഗ് ഇൻ സൈക്കോളജി ഫോർ ഇന്റൻസീവ് ട്രെയിനിങ് ആൻഡ് എക്സലൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കോഴ്സാണ് എൻലൈറ്റ് എന്നുള്ളത്. വാട്സപ്പിലൂടെയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. യൂട്യൂബ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ട്. വെബിനാറുകൾ ഇനി വരാനുണ്ട്. ഏകദേശം അവസാന എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് 10 യൂണിറ്റിൻ്റെ വെബിനാറുകൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ PDF ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് കാര്യങ്ങളൊക്കെ അവസാനത്തിൽ അതിൻ്റെ ഷെയറിങ്ങും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു എൻലൈറ്റും എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ വാട്സപ്പിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. സോ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക്